നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സുകൾ നമ്മൾ എത്ര ഒതുക്കി വെച്ച് കൊടുത്താലും അവർ ഓരോന്ന് വന്ന് വലിച്ചെടുക്കും. പിന്നെ അലമാരയുടെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? മിക്ക വീടുകളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇനി വേണ്ട കേട്ടോ. നമുക്ക് അടിപൊളി ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് എടുത്താൽ പോലും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു വീഴുന്ന ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ അവർക്ക് മടക്കാനും കൂടെ ഉള്ളൊരു സൂത്രപ്പണി കാണിച്ചു തരാവേ. ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. തുണി തണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം. അപ്പോൾ അവർ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒതുക്കി വെച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓർഗനൈസർ ആയിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്കില്ലേ, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എടുത്തിട്ടുള്ളൊരു നൈറ്റി ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇറക്കം കുറയ്ക്കത്തില്ലേ, താഴോട്ടുള്ള തുണിയാണ് കേട്ടോ. 2 നൈറ്റിയുടെ തുണിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ തുണി, നമ്മൾ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് വന്നിട്ടുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നീല കളർ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് നടുക്കാ യെല്ലോ കളർ വരുന്ന രീതിയിലാട്ടോ 4 പീസായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4 ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ചാക്ക്, ഞാൻ കൃത്യമായിട്ട് അളവൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എത്ര നീളവും വീതിയുള്ള ചാക്കാണോ ഉള്ളത് അതുപോലെ എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തും ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അളന്ന് നോക്കാമല്ലോ എത്ര ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവും. ഇതിപ്പോൾ ചീത്ത വശമില്ലേ, ആ ഒരു വർക്കൊക്കെയുള്ള വശത്താണ് ഈ തുണി വെക്കേണ്ടത്. ഞാൻ നല്ല വശത്ത് തന്നെ വെച്ച്, ചാക്കിൻ്റെ നല്ല വശത്തോട്ട് വെച്ച് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ടേ ഇനി നമുക്ക് തുണിയെല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് ചാക്കുമായിട്ട് തുണി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് അല്ല, ഒരു 3-4 സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കണം. ഞാനൊരു 4 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരികൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തൻ്റെ സൈഡിലോട്ട് കാണുന്ന തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അരിയൊക്കെ വാങ്ങിക്കുന്ന ചാക്കാകുമ്പോൾ നല്ല കട്ടിയായിരിക്കുമല്ലോ, അപ്പോൾ ഓർഗനൈസർ നല്ല കൃത്യമായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് നീളം കിട്ടിയിട്ടുള്ളത് 20 ഇഞ്ചാണ് കേട്ടോ. വീതിയാണെങ്കിൽ 15 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിൽ എത്ര തുണിയൊക്കെ ഇരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് 2ആയിട്ട് മടക്കി കൊടുക്കണം. അതിനുശേഷം തന്നെ ആ സൈഡിൽ ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. സൈഡിലോട്ടും അടയാളപ്പെടുത്തി കൊടുക്കണം, അതുപോലെ തന്നെ മുകളിലോട്ടും അടയാളപ്പെടുത്തി കൊടുക്കണം. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. അപ്പം അത് 2 സൈഡിലും ചെയ്യണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബോക്സ് പോലെ ഷേപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്റ്റിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദാണ്ടേ ഇവിടെയും നമ്മൾ 3 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ നമ്മളിപ്പോൾ 20ഉം 15ഉം അല്ലേ അളവെടുത്തേക്കുന്നത്, അതിനേക്കാളും വലിയ അളവിലാണ് ഈ ക്ലോത്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഇഞ്ച് വരെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ബോക്സിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഒരു കറക്റ്റ് ഒരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ ഇളകി പോകത്തില്ലേ, അതുകൊണ്ടാണ് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് വീണ്ടും 2ആയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. സൈഡും മടക്കി അടിച്ച് കഴിയുമ്പം ഇതുപോലെ ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കാണാൻ പറ്റുമല്ലോ. നമ്മളൊരു ഓർഗനൈസർ ആകുമ്പം കുറച്ച് ഭംഗിയായിട്ടിരിക്കണ്ടേ. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ട് നൈറ്റിയുടെ തന്നെ കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഞാൻ കാണിച്ച പോലെ തന്നെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അത് നമ്മൾ 2 സൈഡിലും ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചും അതുപോലെ തന്നെ തുണിയുടെ ബാലൻസ് ഒന്നും പുറത്തോട്ട് കാണത്തില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ദാണ്ട് ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ദാണ്ട് ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാണ്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ദാണ്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കിയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം. അതും 2 സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ആ സൈഡിൽ നീല തുണി വെച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ അവിടെയും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് തുണി വെച്ചിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ സ്റ്റിച്ചൊന്നും കാണത്തില്ല. എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ ഓർഗനൈസർ ഏകദേശം റെഡിയായി. പക്ഷേ എങ്കിൽ ഇത് നല്ല ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെയൊക്കെ അല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പം പിടിക്കുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളയുന്ന പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ 4 സൈഡിലും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബോക്സ് പോലെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആ ഓർഗനൈസറിൻ്റെ 4 കോർണറിലും ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരൊറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം, അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. നട ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. അല്ലാതെ നമ്മൾ ചുരുട്ടി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെ വെച്ച് കൊടുത്താലും 6-7 ഡ്രസ്സൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ പ്രശ്നം, നമ്മൾ അടിയിലിരിക്കുന്ന ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ടൊക്കെ എടുക്കേണ്ടത്. അത് കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചുരുട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളും ഒക്കെ ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ ബോക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നറൊക്കെ നമുക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.